ഇഷിക്കയുടെ ലൈബ്രറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു അവൾക്കൊരു 5 or 4 months ഉള്ളപ്പോൾ തൊട്ട് ഞാൻ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ റൈം ടൈം എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്, അതിന് നമ്മൾ വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഒരു 3 months ആയിട്ട് അവളെ ഞാൻ കൊണ്ടുവരാറില്ല. ഓരോ റീസൺസാണ്. ഒന്നെങ്കിൽ എനിക്ക് വയ്യാതാവും, വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് വയ്യാതാവും, അല്ലെങ്കിൽ അവൾക്ക് പനി, ജലദോഷം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുറേ ക്ലാസ്സസ് ഞാൻ സ്കിപ്പ് ചെയ്തു. ഇപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും സമ്മർ തുടങ്ങി, ലാസ്റ്റ് 30th തൊട്ടിട്ട് ഇവിടെ സമ്മർ തുടങ്ങി. സോ ഞാൻ വിചാരിച്ചു ഇത്തവണ കുറച്ചും കൂടിയല്ലേ ഉള്ളൂ, അപ്പം അവളെ ക്ലാസ്സിനൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. നല്ല കളിയിലാണ്. ഓ സോറി, സേ ഹായ്. ഇവിടെ 10 to 10:30 ആണ് റൈം ടൈം സെഷൻസ് ഉണ്ടാവുക. ഒരുപാട് കുട്ടികൾ വരും കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 3 months തൊട്ടിട്ടുള്ള കുട്ടികളെ ഇവിടെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ റൈം ടൈം സെഷൻസാണ്. അവർ സ്റ്റോറി സ്റ്റോറി പറഞ്ഞു കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൈംസ് പാടിക്കൊടുക്കും. അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ് കേട്ടോ. അവിടെ ഒരുപാട് കുട്ടികൾ വരും. സോ ഞാൻ വിചാരിച്ചു കുറേ ആയി ഞാനിങ്ങനെ പ്ലാൻ ചെയ്യണം ഒരു വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ അങ്ങ് എടുത്തു. എനിക്കിവിടെ ചെറുപ്പത്തിലേ ബുക്സിനോട് ഭയങ്കര ഇഷ്ടം കാണിക്കാറുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ TV കാണുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഞാൻ ഇതിലേക്ക് അവളെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ നല്ല സണ്ണിയാണ്, 19 degrees ആണ് കേട്ടോ ഇന്ന് വെതർ. ഇന്ന് ബുധനാഴ്ചയാണ്, എല്ലാ ബുധനാഴ്ചയുമാണ് ഇവിടെ റൈം ടൈം ഉണ്ടാവാറ്. ഓക്കെ, അപ്പോൾ അവളവിടെ ഏതൊക്കെയോ ബുക്സ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം കൂടി ഇവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവും. ഇതെന്താ? ഇഷമോൾക്ക് 4 to 5 months ഉള്ളപ്പോഴാണ് ഈ റൈം ടൈം ക്ലാസ്സസിനെ പറ്റി ഞാൻ അറിയുന്നത്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇഷ തീരെ കുഞ്ഞായിരുന്നത് കൊണ്ട് തന്നെ റൈംസൊക്കെ കേട്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു കേട്ടോ. ഇന്ന് ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്ക് റൈം ടൈം സെഷൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇഷയുടെ കുറച്ച് പഴയ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. കാണുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സുള്ള ബുക്കൊക്കെ അവൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എല്ലാം കുറച്ച് വലിയ കുട്ടികൾ വായിക്കുന്ന ബുക്കുകളാണ്. പക്ഷേ അവളുടെ ഒരു ഇൻട്രസ്റ്റിൽ അവളിങ്ങനെ എല്ലാ ബുക്സും എടുത്തു കൊണ്ടുവരികയാണ്. ചിലത് അങ്ങ് തിരിച്ചു വെക്കുന്നുമുണ്ട്. എല്ലാ വീക്കും ഞാൻ ഒരുപാട് ബുക്സ് എടുക്കാറുണ്ട്. ഒരു 12 days or 15 days ഉള്ളിൽ നമുക്ക് റിട്ടേൺ ചെയ്താൽ മതി. റിന്യൂ ചെയ്യാനും പറ്റും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കാർഡ് എടുക്കുകയാണെങ്കിൽ, ലൈബ്രറി കാർഡ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ബുക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ ഫീസൊന്നുമില്ല, ഫ്രീ ആണ്. ചിലപ്പോഴൊക്കെ ഞാനും ഈ കുട്ടികളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബുക്കുകൾ എടുക്കാറുണ്ട്. നല്ല രസമുള്ള കഥകളാണ് കേട്ടോ വായിക്കാനായിട്ട്. അങ്ങനെ വായിച്ചവയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് വി ആർ ജൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. സിഡ്നി ആൻഡ് ജേഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 സിസ്റ്റേഴ്സും അവരുടെ അമ്മയായിട്ടുള്ള ആമി എന്ന് പറയുന്നവരുടെ കഥയാണ് ആ ഒരു ബുക്ക്. ആംബർലി ഡോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈറ്ററാണ് ഈ ഒരു ബുക്കിൻ്റെ ഓഥർ. ഡ്രോഫിസമാണ് ഈ ഒരു കഥയുടെ ബേസ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. കുറച്ചധികം ബുക്സ് മോൾ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കുറച്ച് ബുക്സ് നമ്മൾ എടുക്കും. അതുപോലെ തന്നെ ഈ ഒരു ബുക്ക് ഇത്തവണ ഒന്ന് വായിച്ചു വെക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റൈം ടൈം സെഷന് വന്നിട്ടാണ് ഈശ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. എല്ലാ റൈംസും അവൾക്ക് ഏകദേശം അറിയാം. അതുകൊണ്ട് തന്നെ ഈ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ റെഗുലറായിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ്റർ ആവുകൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ടുപേർക്കും വയ്യാതെയാവും, ജലദോഷം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തണുപ്പത്ത് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ കുറേ ആയിട്ട് കൊണ്ടുവരാറില്ലായിരുന്നു. പക്ഷേ ഈ ഒരു റൈം ടൈമിന് വന്നത് കൊണ്ട് അവൾക്ക് നല്ല രീതിയിൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ലൈബ്രറി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഒരു ബുക്ക് എനിക്ക് റിന്യൂ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ മോൾക്ക് എടുത്ത ബുക്സ് റിട്ടേൺ ചെയ്യാനും ഉണ്ട്.
തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ആൾ ഇറങ്ങിപ്പോയി. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാമെന്ന്. ആ ഒരു കോർണറിലായിട്ട് ഞാൻ ഈ ഒരു ടെൻറ്റ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യണേ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഇതിൽ മാനുവലിൽ നോക്കിയിട്ട് അതുപോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇഷമോൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഐറ്റമാണ്. ഈ ഒരു സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടോ, 140, 140, 135, അത്യാവശ്യം നല്ല വലുതാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ 3 സെഷനായിട്ടാണ് ഉള്ളത്. ക്ലോത്ത്, പിന്നെ കുറച്ച് സ്റ്റിക്ക്, പിന്നെ അത് സ്ക്രൂ ചെയ്യുന്ന പോലത്തെ 2 ടൈപ്പ് സംഭവങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം മാനുവലിൽ ഓരോന്നിൻ്റെയും നെയിമും ലേബിൾ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് കണക്ട് ചെയ്യാണ്. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പം നമുക്ക് തുടങ്ങാം. അങ്ങനെ കുറച്ച് സമയമെടുത്തെങ്കിലും എല്ലാം സെറ്റ് ചെയ്തു. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി ഇഷി വന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. സ്ലിപ്പ് കഴിഞ്ഞാ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ. എനിക്കൊരു സർപ്രൈസ് ഉണ്ടല്ലോ. കാണാ എന്നാ വാ എനിക്ക് ചവാൻ. കണ്ണടക്കി. ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്. ടാടാ! എടി ഇണ്ടടി, എടി ഇണ്ടടി, ഇണ്ടടി. സൈഡ് go, it's all yours. Go. Ready? 1, 2, go. ശുഭരേ. ഇങ്ങനെ വെക്കോ, 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 വെക്കോ. ഇങ്ങനെ വേണ്ട വെക്കോളി. Get inside. Jawan. Jubari. Fish. 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 Big on it.